തരം ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രെഡിറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കാർഡ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ പൊതുവെ ഇന്ത്യയിൽ 8 തരം ക്രെഡിറ്റ് കാർഡുകളാണ് ഉള്ളത്. 1. റെഗുലർ ക്രെഡിറ്റ് കാർഡുകൾ. പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് ഇത്തരം കാർഡുകൾ. റിവാർഡ് പോയിന്റുകൾ, ഫ്യൂവൽ സർചാർജ് വെയർ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ നിങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ 3 ആഡ് ഓൺ കാർഡുകളും ഇതോടനുബന്ധമായി ലഭ്യമാണ്. ഇത്തരം കാർഡുകളുടെ വാർഷിക ഫീസ് അടക്കമുള്ള ചാർജുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. 2. സൂപ്പർ പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ. പേര് പോലെ പ്രീമിയം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാർഡാണിത്. ഫാൻസി ലോഞ്ച്, ഫ്രീ ആക്സസ്, ഗോൾഡ് ഫ്രീ റൗണ്ട്സ്, മുന്തിയ റെസ്റ്റോറൻറ്റുകളിൽ വലിയ ഡിസ്കൗണ്ടുകൾ, റിവാർഡുകൾ എന്നിവ ലഭിക്കും. കൂടുതൽ തുക ചിലവഴിക്കാൻ ഇത്തരം കാർഡുകളിൽ സാധിക്കും. ഇവിടെ പൊതുവെ കാർഡ് സംബന്ധമായ ചാർജുകളും കൂടുതലാണ്. 3. കോ ബ്രാൻഡഡ് കാർഡുകൾ. ക്രെഡിറ്റ് കാർഡ് കമ്പനി അല്ലെങ്കിൽ ബാങ്ക് എന്നിവ മറ്റ് കമ്പനികളോട് സഹകരിച്ചുകൊണ്ടുള്ള ബിസിനസ് മോഡലിൻ്റെ ഭാഗമാണ് ഇത്തരം കാർഡുകൾ. കൂടുതൽ എയർ മൈൽ, ഫ്ലൈറ്റ് ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ചെക്ക് ഇൻ കൗണ്ടറുകൾ, അധിക ലഗേജ് അലവൻസ്, ലോഞ്ച് ഫ്രീ ആക്സസ് തുടങ്ങിയ ബെനിഫിറ്റുകൾ ഇവിടെ ലഭിക്കും. 4. കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് ക്രെഡിറ്റ് കാർഡുകൾ. വാണിജ്യ അഥവാ ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമായും കാർഡുകൾ ലഭ്യമാണ്. ബിസിനസ് ട്രിപ്പുകൾ, പർച്ചേസുകൾ എന്നിവയിൽ പണം ലാഭിക്കാൻ ഇത്തരം കാർഡുകൾ സഹായിക്കും. ഇവിടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിനാൽ കണക്കുകൾ ട്രാക്ക് ചെയ്യുന്നത് എളുപ്പമാണ്. 24/7 സപ്പോർട്ട്, സ്പെൻഡിംഗ് അനാലിസിസ് തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 5. സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ. മികച്ച സാമ്പത്തിക ശീലമുള്ള ചിലർ വായ്പ, ക്രെഡിറ്റ് കാർഡുകൾ തുടങ്ങിയവയൊന്നും എടുത്തിട്ടുണ്ടാവണമെന്നില്ല. ഇവിടെ മികച്ച വരുമാനമുണ്ടെങ്കിലും കടബാധ്യതയില്ലെങ്കിലും ക്രെഡിറ്റ് ഹിസ്റ്ററി ലഭ്യമാവില്ല. ഈ സാഹചര്യത്തിൽ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കാറില്ല. ഇവിടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിച്ച് ആ നിക്ഷേപത്തിന് മുകളിൽ ഒരു സെക്യൂർഡ് കാർഡ് നേടാവുന്നതാണ്. ഇവിടെ സ്ഥിര നിക്ഷേപം കൊളാറ്ററലായി കണക്കാക്കിയാണ് കാർഡ് അനുവദിക്കുന്നത്. തുടർന്ന് കൃത്യസമയത്ത് തിരിച്ചടവുകൾ നടത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. 6. പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ. നിങ്ങൾ കൂടുതൽ വരുമാനമുള്ള വ്യക്തിയാണെങ്കിലോ കൂടുതൽ ചിലവഴിക്കൽ രീതികൾ ഉണ്ടെങ്കിലോ പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം. ഇതിലൂടെ ചിലവഴിക്കലിന് കൂടുതൽ പണം ലഭിക്കുന്നു. മികച്ച റിവാർഡ് പോയിന്റുകളും സൗജന്യ എയർപോർട്ട് ലോഞ്ച് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കും. 7. ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകൾ. എല്ലാ ദിവസത്തെയും പർച്ചേസുകൾക്ക് ഉപയോഗിക്കാവുന്ന തരം ക്രെഡിറ്റ് കാർഡുകളാണ് ഇത്. ഇതിലൂടെ ക്യാഷ് ബാക്കുകൾ കൂടുതലായി ലഭിക്കുന്നു. റിവാർഡ് രൂപത്തിലായിരിക്കും കൂടുതലായും ക്യാഷ് ബാക്ക് ലഭ്യമാകുന്നത്. ഇത് പേയ്മെന്റുകൾക്കായി പ്രയോജനപ്പെടുത്താം. ഷോപ്പിംഗ്, ഡൈനിങ് തുടങ്ങിയവയ്ക്ക് ഡിസ്കൗണ്ടുകളും ലഭ്യമാകും. പ്ലാറ്റിനം എഡ്ജ്, മണി ബാക്ക് തുടങ്ങിയവ ഇത്തരം ക്രെഡിറ്റ് കാർഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. 8. പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡുകൾ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരം പ്രത്യേക കാർഡുകളാണ് പ്രീപെയ്ഡ് കാർഡുകൾ. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടിക്ക് ക്രെഡിറ്റ് കാർഡ് നൽകണമെന്നും എന്നാൽ ചിലവഴിക്കൽ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കണമെന്നും കരുതുക. ഇവിടെ പ്രീപെയ്ഡ് കാർഡ് ഉപയോഗിക്കാം. ചില കമ്പനികൾ എല്ലാ ദിവസത്തെയും ജോലി സംബന്ധമായ ചിലവുകൾ കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. മണി പ്ലസ് ഡിപ്പെൻഡന്റ് GPR കാർഡ്, GPR കാർഡ്, മണി പ്ലസ് കാർഡ്, ഫുഡ് പ്ലസ് കാർഡ് എന്നിവ പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡുകൾക്ക് ഉദാഹരണങ്ങളാണ്.